നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂറോപ്പിൽ ഇപ്പോൾ ഷവോമി അവരുടെ ഏറ്റവും പുതിയ 3 സ്മാർട്ട് ഫോണുകൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. Mi10, Mi10 Pro, ഒപ്പം തന്നെ ഇതിൻ്റെ ഒരു ലൈറ്റ് വേർഷനും. ഈ 3 സ്മാർട്ട് ഫോണുകളുടെ കാര്യമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക. നേരെ വീഡിയോയിലേക്ക് വരാം. ഈ 3 സ്മാർട്ട് ഫോണുകളുടെയും സ്പെസിഫിക്കേഷൻ പറയുന്നതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്തി ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൺ സ്ക്രീനിൽ ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് തെളിഞ്ഞ് കാണാം. അപ്പം ഈ ഒരു സ്പെസിഫിക്കേഷൻ പറയുന്നതിൻ്റെ കൂടെ ആ ഒരു കാര്യങ്ങൾ കൂടി നിങ്ങൾ വീഡിയോയിൽ ശ്രദ്ധിക്കുക. എന്തായാലും ആദ്യം തന്നെ Mi10ൻ്റെ കാര്യവും ഒപ്പം തന്നെ 10 Proയുടെ കാര്യവും പറയാം. ഈ 2 സ്മാർട്ട് ഫോണുകൾ നമുക്ക് പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റും ഒപ്പം തന്നെ ഡിസ്പ്ലേയും കാര്യങ്ങളും സെയിം ആയിട്ട് തന്നെയാണ് കിട്ടുക. വെയിറ്റും കാര്യങ്ങളും ഒപ്പം തന്നെ ആ തിക്നെസ്സും കാര്യങ്ങളൊക്കെ 2 സ്മാർട്ട് ഫോണും നമുക്ക് ഒരുപോലെ തന്നെയാണ് കിട്ടുന്നത്. പിന്നെ കാര്യമായൊരു വ്യത്യാസം വരിക ക്യാമറയിലും ഒപ്പം തന്നെ ഫാസ്റ്റ് ചാർജിങ് സംവിധാനത്തിലും ബാറ്ററിയിലൊക്കെയുള്ള ഒരു വ്യത്യാസമാണ് പ്രധാനമായിട്ട് ഈ 2 സ്മാർട്ട് ഫോണുകൾ Mi10 Proയുടെയും ഒപ്പം തന്നെ Mi10ൻ്റെയും കാര്യത്തിൽ വ്യത്യാസം വരുന്നത്. ആദ്യം തന്നെ ഈ സ്മാർട്ട് ഫോണിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കാം. എല്ലാ സ്മാർട്ട് ഫോണുകളും ഷവോമി പൊതുവേ കൊടുക്കാറുള്ള ഒരു ഗ്ലാസ് ഡിസൈൻ സെറ്റപ്പൊക്കെ തന്നെയാണ് അവരുടെ ഈ ഒരു ഫ്ലാഷ് സ്മാർട്ട് ഫോണിൽ നമുക്ക് കിട്ടുക. കോർണിംഗ് ഗ്ലാസ് ഫൈബർ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഇതിൻ്റെ ക്യാമറ മൊഡ്യൂൾ ഫിക്സിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. ഇനി സ്മാർട്ട് ഫോണുകളുടെ ഡിസ്പ്ലേ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ 6.67 ഇഞ്ചോട് കൂടി വരുന്ന ഒരു പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുക. 3D കർവ്ഡ് ഡിസ്പ്ലേയും കൂടിയാണിത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സംവിധാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒപ്പം 90 Hz റീഫ്രഷ് റേറ്റും 180 Hzൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റോട് കൂടി വരുന്ന ഒരു ഡിസ്പ്ലേ സെറ്റപ്പാണ്. HDR 10+ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. 19.08% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം വേണ്ട എല്ലാ ഘടകങ്ങളോടും കൂടെ തന്നെയാണ് ഈ ഒരു ഡിസ്പ്ലേ സെറ്റപ്പ് ഷവോമി നൽകിയിരിക്കുന്നത്. 19.5:9 ആക്സ് റേഷ്യോ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം ഒരു തലക്കയില്ലാത്ത ഒരു നീളവും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ഡിസ്പ്ലേ ഭാഗത്ത് നമുക്ക് കിട്ടുക. ഇനി സ്മാർട്ട് ഫോണുകളുടെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ക്വാൽകം സ്നാപ്ഡ്രാഗൺ 865 എന്നുള്ള ആ ഒരു 5G ചിപ്സെറ്റാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിലും കിട്ടുക. 2.84 GHz ക്ലോക്ക് സ്പീഡോട് കൂടിയാണ് പ്രവർത്തിക്കുന്നത്. ഒപ്പം ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് VC ലിക്വിഡ് കൂളിംഗ് സംവിധാനം കൂടെ ഷവോമി നൽകുന്നുണ്ട്. അപ്പോൾ ആ ഹീറ്റിങ്ങും കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ ലിക്വിഡ് കൂളിംഗ് സംവിധാനമൊക്കെ ഷവോമി നൽകിയിരിക്കുന്നത്. ഒപ്പം LPDDR5 കൂടിയ റാമും കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട്. UFS 3.0 എന്ന ഫാസ്റ്റായ സ്റ്റോറേജ് സംവിധാനത്തോടും കൂടിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. 8GB റാം 256 സ്റ്റോറേജ് മാത്രമാണ് നമുക്ക് Mi10 Pro എന്ന സ്മാർട്ട് ഫോൺ കിട്ടുക. അതേസമയം നമുക്ക് Mi10 എന്ന സ്മാർട്ട് ഫോൺ 8GB റാം 128GB സ്റ്റോറേജിലുമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഒപ്പം 256 സ്റ്റോറേജും കൂടെ നൽകിയിട്ടുണ്ട്. ഇത്രയുമാണ് ആ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഒപ്പം സാധാരണ നമ്മൾ കാണാറുള്ള Android 10ഉം Mi11 കൂടെ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണും വരുന്നത്. ഇനി ക്യാമറ സെറ്റപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ Mi10 Pro എന്ന സ്മാർട്ട് ഫോണിലെ ക്യാമറ സെറ്റപ്പ് വരിക 108 മെഗാപിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് റിയൽ സൈഡിൽ നൽകിയിരിക്കുന്നത്. 12 മെഗാപിക്സലിൻ്റെ ഒരു പോർട്രേറ്റ് ലെൻസും 8 മെഗാപിക്സലിൻ്റെ ടെലിഫോട്ടോ സംവിധാനമടങ്ങിയ ലെൻസും ഒപ്പം തന്നെ 20 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസുമാണ് റിയൽ സൈഡ് വരുന്ന ക്വാഡ് ക്യാമറ സെറ്റപ്പ്. അവിടെ ഡ്യുവൽ LED ഫ്ലാഷും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ 8 മെഗാപിക്സലിൻ്റെ ആ ഒരു ടെലിഫോട്ടോ സംവിധാനമടങ്ങിയ ലെൻസിൽ നമുക്ക് 10x ഹൈബ്രിഡ് സൂമിംഗ് സംവിധാനവും ഒപ്പം തന്നെ 2x ഒപ്റ്റിക്കൽ സൂമിംഗ് സംവിധാനമൊക്കെ നൽകുന്നുണ്ട്. 50 ഡിജിറ്റൽ സൂമിംഗ് സംവിധാനം കൂടെ നൽകുന്ന ഒരു അടിപൊളി ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് റിയൽ സൈഡിൽ നൽകിയിരിക്കുന്നത്. അപ്പം ആ ഒരു സെറ്റപ്പിൽ ആ Mi10 Pro എന്ന സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ സെറ്റപ്പും സൂമിംഗ് സെറ്റപ്പും കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ഒരു ഫ്ലാഷ് 11 പൂർണ്ണമായിട്ടും ക്യാമറയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു സെറ്റപ്പിലാണ് നൽകിയിരിക്കുന്നത്. 20 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ സെറ്റപ്പ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 8K വരെയുള്ള വീഡിയോ ഒക്കെ റിയൽ സൈഡിൽ ഷൂട്ട് ചെയ്യാനും സാധിക്കും. ഇനി ഷവോമി Mi10 എന്ന സ്മാർട്ട് ഫോണിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് നോക്കിക്കഴിഞ്ഞാൽ റിയൽ സൈഡ് നമുക്ക് 108 മെഗാപിക്സലിൻ്റെ ഒരു മെയിൻ സെൻസറുണ്ട്. ഒപ്പം 13 മെഗാപിക്സലിൻ്റെ ഒരു വൈഡ് ആംഗിൾ ലെൻസും 2 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസും 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറുമാണ് അവിടെ വരുന്ന റിയൽ ക്യാമറ സെറ്റപ്പ്. ഒപ്പം നമുക്ക് 20 മെഗാപിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് നേരത്തെ പോലെ തന്നെ 8K വീഡിയോ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ സാധ്യമാണ്. ഒപ്പം തന്നെ വ്ലോഗ് മോഡ്, നൈറ്റ് മോഡ് തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങളും സ്ലോ മോഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യും. ഇനി ബാറ്ററി കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 4500 mAh ബാറ്ററിയും 15 വോട്ട് ഫാസ്റ്റ് ചാർജിങ് സംവിധാനത്തോടു കൂടിയാണ് Mi10 Pro എന്ന സ്മാർട്ട് ഫോൺ നമുക്ക് വരിക. ഒപ്പം ഇവിടെ റിവേഴ്സ് ഫാസ്റ്റ് ചാർജിങ് സംവിധാനവും വയർലെസ് ചാർജിങ് സംവിധാനവും ഒക്കെ നൽകിയിട്ടുണ്ട്. 30 വോട്ട് വയർലെസ് ഫാസ്റ്റ് ചാർജിങ് സംവിധാനവും ഒപ്പം തന്നെ 5 വോട്ടിൻ്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ് സംവിധാനവും ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് Mi10 Pro എന്ന സ്മാർട്ട് ഫോണിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതേസമയം Mi10 എന്ന സ്മാർട്ട് ഫോൺ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 4780 mAh ബാറ്ററിയാണ് കിട്ടുക. ഒപ്പം 30 വോട്ട് ഫാസ്റ്റ് ചാർജിങ് സംവിധാനമാണ് നൽകിയിരിക്കുന്നത്. 30 വോട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും ഒപ്പം തന്നെ 10 വോട്ട് റിവേഴ്സ് വയർലെസ് ചാർജിങ് സംവിധാനവും അവിടെ നമുക്ക് സപ്പോർട്ട് ചെയ്യും.
ഈ രണ്ട് സ്മാർട്ട് ഫോണിലും നമുക്ക് സ്റ്റീരിയോ സ്പീക്കർ സംവിധാനമൊക്കെ അവൈലബിൾ ആണ്. ഒപ്പം തന്നെ വൈഫൈ 6, ബ്ലൂടൂത്ത് 5.1, ടൈപ്പ് സി പോർട്ട് കാര്യങ്ങളൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഈ സ്മാർട്ട് ഫോണുകൾ അവൈലബിൾ ആണ്. MI 10 Pro എന്ന സ്മാർട്ട് ഫോണിൻ്റെ ഏകദേശം ഒരു പ്രൈസ് വരിക 83,000 രൂപയാണ്. ഒപ്പം തന്നെ MI 10 എന്ന സ്മാർട്ട് ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 70,000 രൂപ പ്രൈസ് റേഞ്ചിലായിരിക്കും ആ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് കിട്ടുക. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ക്യാമറ സെറ്റപ്പും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ബെറ്റർ ആയ ഒരു ഫ്ലാഷ് സ്മാർട്ട് ഫോൺ തന്നെയാണ് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏകദേശം കിട്ടുക. ഇന്ത്യയിലേക്കും ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ തന്നെ വന്നു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്ത തലകേടില്ലാത്ത നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടുക. ഇനി ഇതിൻ്റെ ഒരു ലൈറ്റ് വെർഷനാണ് MI 10 ലൈറ്റ് എന്ന പേരിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് കിട്ടുന്നത് 6.57 ഇഞ്ചോട് കൂടി വരുന്ന AMOLED ഡിസ്പ്ലേ ആണ്. 19.5:9 ആക്സലറേഷൻ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 765 എന്നുള്ള ചിപ്സെറ്റുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. 6GB RAM, 8GB RAM എന്നിങ്ങനെ 2 RAM വേരിയൻറ്റുകൾ നമുക്ക് 128GB സ്റ്റോറേജ് സംവിധാനത്തോടു കൂടി ഈ ഒരു സ്മാർട്ട് ഫോൺ കിട്ടും. ഇവിടെ നമുക്ക് കിട്ടുക LPDDR4X റാമും UFS 2.1 ബേസ്ഡ് സ്റ്റോറേജ് സംവിധാനവും കാര്യങ്ങളൊക്കെയാണ്. ക്യാമറ സെറ്റപ്പ് നോക്കിക്കഴിഞ്ഞാൽ റിയൽ സൈഡിലെ ക്യാമറ സെറ്റപ്പ് വരിക 48 MB ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. 8 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ ലെൻസും 5 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസും ഒപ്പം തന്നെ 2 മെഗാപിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറും ഇവിടെ നൽകിയിട്ടുണ്ട്. 11 മെഗാപിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറ സെറ്റപ്പാണ് ഇവിടെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കുക. 120 FPS സ്ലോ മോഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. 4160 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുക. ഒപ്പം 20 വോൾട്ട് ഫാസ്റ്റ് ചാർജിങ് സംവിധാനവും കിട്ടുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് വരിക 28,000 രൂപയാണ്. നോക്കിയ അവരുടെ 8.3 എന്ന പുതിയൊരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് അനൗൺസ് ചെയ്തിരുന്നു. ആ ഒരു സ്മാർട്ട് ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു പ്രൊസസ്സർ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുക. ആ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം ഒരു 48,000 രൂപയാണ്. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചൊക്കെ ആയിട്ട് നോക്കുമ്പോൾ ഈ ഒരു MI 10 ലൈറ്റ് എന്ന സ്മാർട്ട് ഫോൺ ഒരു ബെനിഫിറ്റായ നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയായിരിക്കും. ഇത്രയുമാണ് ഷവോമിയുടെ MI 10 സീരീസിലുള്ള ഏറ്റവും പുതിയ 3 സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാനുള്ളത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിരിക്കുക. പുതിയ വീഡിയോയിൽ പുതിയ സ്മാർട്ട് ഫോൺ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.